ദൂരദർശൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സമകാലികത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. മഹാമാരികൾ വന്നും അതുപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങളാലും മനുഷ്യൻ ഇതിനോടകം തന്നെ ഒട്ടനവധി ദുരന്തമുഖത്തുകൂടി തന്നെയാണ് മറികടന്നു വന്നിട്ടുള്ളത്. എന്നാൽ ഇതിനേക്കാൾ ഉപരി ഒട്ടനവധി ജീവൻ പൊലിയുന്നത് നമ്മുടെ നിരത്തുകളിലാണ്. ഭാവി പ്രതീക്ഷ, ഒരു കുടുംബത്തിൻ്റെ താങ്ങായും തണലായിട്ടുമുള്ളവരൊക്കെ തന്നെ ഒരു നിമിഷ നേരത്തെ അശ്രദ്ധ കൊണ്ടോ മറ്റേതെങ്കിലും കാരണങ്ങൾ കൊണ്ടോ തൻ്റേതായിട്ടുള്ളതോ അല്ലാതെയോ മരണപ്പെടുന്ന കാഴ്ചയാണ് നാം അടുത്ത കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടേയിരിക്കുന്നത്. റോഡ് അപകടങ്ങളുടെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുമ്പോൾ സമകാലികമെന്ന് ചർച്ച ചെയ്യുന്നു മരണം വിളയുന്ന റോഡുകൾ ജീവനെടുക്കുന്ന ഒരു കൊലക്കത്തിയായി മാറുകയാണ്. എന്താണ് ശരിക്കും അവിടെ സംഭവിക്കുന്നത്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നമ്മളേവരും കണ്ടതാണ്. അതായത് 6 മെഡിക്കൽ വിദ്യാർത്ഥികൾ രോഗികളെ പരിശോധിക്കേണ്ട, ശുശ്രൂഷിക്കേണ്ട, അവർക്ക് താങ്ങും തണലുമാകേണ്ട, കുടുംബത്തിന് താങ്ങായി മാറേണ്ട 6 പേരുടെ ജീവൻ ആലപ്പുഴ കളർകോട് നഷ്ടമായിരിക്കുന്നു. തൊട്ടു പിന്നാലെ പാലക്കാട് കരിമ്പയിൽ 4 വിദ്യാർത്ഥികൾ മരണപ്പെട്ടിരിക്കുന്നു. തൊട്ടു പിന്നാലെ തന്നെ പത്തനംതിട്ടയിലെ അപകടം. അതിൽ വിവാഹം കഴിഞ്ഞ് 2 ആഴ്ച പോലും കഴിഞ്ഞിട്ടില്ല. മധുവിധു ആഘോഷിച്ച് തിരികെ വീട്ടിലേക്ക് എത്തിയപ്പോൾ മക്കളെ കൂട്ടാനായെത്തിയ പിതാക്കന്മാരുൾപ്പെടെയാണ് കഴിഞ്ഞ ദിവസം 4 പേർ മരണപ്പെട്ടത്. അതിൻ്റെ ഞെട്ടൽ നിന്നും ഇതുവരെയും കേരളം വിട്ടുമാറിയിട്ടില്ല. ഇതുമാത്രമല്ലാതെ ഒട്ടനവധി ചെറുതും വലുതുമായ അപകടങ്ങൾ മറ്റിടങ്ങളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തിനേറെ പറയുന്നു, നാം ഈ ചർച്ച നടത്തുമ്പോഴും പലയിടത്തും പല വലുതും ചെറുതുമായിട്ടുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ശരിക്കുമുള്ള പ്രശ്നം? ഡ്രൈവിങ്ങിലെ അശ്രദ്ധയാണോ? റോഡ് നിർമ്മാണത്തിലെ ഏതെങ്കിലും തരത്തിലുള്ള പിഴവാണോ? ശരിക്കും ഈ അപകടങ്ങൾക്ക് കാരണമെന്താണ്? നാം മാറേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സമകാലികം ചർച്ച ചെയ്യുന്നു മരണം വിളയുന്ന റോഡുകൾ. നമുക്കൊപ്പം 4 അതിഥികൾ പങ്കുചേരുന്നു. റിട്ടയർഡ് ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ശ്രീ ഷാജി PM തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ ചേരുന്നു. ഒപ്പം വീഡിയോ കോളിൽ കോഴിക്കോട് നിന്നും റിട്ടയർഡ് SP ശ്രീ CM പ്രദീപ് കുമാർ, ഒപ്പം പൊതുപ്രവർത്തകൻ ശ്രീ ഡിജോ കാപ്പൻ കോട്ടയത്ത് നിന്നും ചേരുന്നു. ഐ ഡ്രൈവ് സേഫ് എന്ന യൂട്യൂബ് ചാനൽ ശ്രീ സിബി മത്തായി ഒപ്പം ചേരുന്നുണ്ട്. അദ്ദേഹം റോഡ് സേഫ്റ്റി വിഭാഗത്തിൽ ഗവേഷണം കൂടി നടത്തുകയാണ്. കൊച്ചിയിൽ നിന്നും വീഡിയോ കോളിൽ ചേരുന്നു. 4 അതിഥികൾക്കും സ്വാഗതം. ശ്രീ സിബി മത്തായി, ഇപ്പോൾ മോശം റോഡുകൾ മാത്രമാണ് അപകടത്തിന് കാരണമാകുന്നത്. നല്ല റോഡുകൾ എത്തിയാലും അപകടം സംഭവിക്കുന്നില്ലേ? നല്ല റോഡുകളിലാണ് ഇപ്പോൾ ഒരുവിധം അപകടങ്ങളൊക്കെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായിരിക്കാം കാരണം? നമസ്കാരം. ആക്ച്വലി നമ്മളുടെ റോഡ് അപകടത്തിന് അത് വളരെ കോംപ്ലക്സ് ആയിട്ടൊരു കാര്യമുണ്ട്. നമ്മൾ ഡൈനാമിക് റിസ്ക്, അതായത് വണ്ടി ഓടിക്കുന്ന ഓരോ നിമിഷത്തിലും നമ്മുടെ സാഹചര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതനുസരിച്ച് ഇപ്പൊ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അപകടം പിടിച്ച് ജോലി ഏതാന്ന് വെച്ചാൽ പലർക്കും അറിയില്ല. അപ്പോൾ നമ്മൾ ഇന്റർനാഷണൽ കണക്കനുസരിച്ച് WHO UN ഒക്കെ പറയുന്നതനുസരിച്ച് അതിനൊരു ഓർഡർ ഉണ്ട്. ലോകത്തിലെ ഏറ്റവും അപകടം പിടിച്ച പണി ശരിക്കും പറഞ്ഞാല് ഓഷ്യൻ ഫിഷിംഗ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു പണി ആണ് ഈ വലിയ ടവറിന്റെ മുകളിൽ കയറുന്ന പണി. അതായത് ആ ജോലി ചെയ്യുന്ന 1000 ആളുകളുണ്ടെങ്കിൽ അത് എത്ര പേര് മരിക്കും എന്ന് കണക്കാക്കിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കണക്കെടുക്കുന്നത്. നമ്മൾ ആദ്യത്തെ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ച തന്നെ നമ്മളുടെ ഒരു സെക്കൻഡിന്റെ ഒരു ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡിന്റെ അശ്രദ്ധ കൊണ്ട് നമ്മൾ സ്വയം മരിക്കുകയും നിരപരാധികളായ ഒത്തിരി ആളുകളെ കൊല്ലുവാനും കഴിയുന്ന ഒരു ലേത്തൽ വെപ്പണാണ്, ഒരു മെഷീൻ ഗണ്ണാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീൽ എന്ന് പറയുന്നത്. അതിനിവിടെ വലിയ ശിക്ഷയില്ല. എനിക്ക് പരസ്യമായിട്ട് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു ഹൈക്കോടതിയിൽ വരുന്ന ജഡ്ജിയോട് തന്നെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി നമുക്കൊട്ടും കൺവിൻസിങ് അല്ല. ഇപ്പോ ഈ ഡിജോ കപ്പൻ സാർ പറഞ്ഞ മാതിരി ഇപ്പൊ റോഡ്, ശരിക്കും നമ്മുടെ റോഡ് എന്തിനായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത്? റോഡ് ആക്ച്വലി പൊതുജനങ്ങൾക്ക് വഴി നടക്കാനുണ്ടായില്ലേ? റോഡ് വണ്ടി തന്നെ ഉണ്ടായത്, വണ്ടി വരുന്നതിന് മുമ്പേ റോഡ് ഉണ്ടായിരുന്നില്ലേ? അപ്പൊ ഞാനിത് തന്നെ ഒരു ജഡ്ജിയോട് ചോദിച്ചത്. അപ്പൊ അദ്ദേഹം അതൊരു ഫണ്ടമെന്റൽ റൈറ്റ് ഇല്ലേ നമുക്ക് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം? അതിവിടെ ഇല്ല. ഇന്ന് നാഷണൽ ഹൈവേയില് 47,000 പേര് കഴിഞ്ഞ വർഷം മരിച്ചതിൽ 7,000 പേര് മരിച്ചിരിക്കുന്നത് പെഡസ്ട്രിയൻസ് ആണ്. ഇന്ത്യയിൽ മൊത്തം വഴിയാത്രക്കാരാണ്. ഇന്ത്യയിൽ മൊത്തം മരിക്കുന്നതിൽ 20% ആളുകൾ വഴിയാത്രക്കാരാണ്. കേരളത്തിൽ എവിടെയെങ്കിലും ഒരു ഫുട്പാത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾക്ക് ഏറ്റവും പാവപ്പെട്ടവനല്ലേ നടന്ന് യാത്ര ചെയ്യുന്നത്, അയാൾ ഈ രാജ്യത്ത് എങ്ങനെ നടക്കും? നമുക്കിവിടെ റോഡുകളില്ല, അതൊരു വിഷയം. മൊത്തം മരിച്ചതിന്റെ 67% ഇന്ത്യയിൽ കഴിഞ്ഞ വർഷം കഴിഞ്ഞ വർഷം 1,53,000 പേര് മരിച്ചു, 54,000 പേര്. അതിൽ 20% പെഡസ്ട്രിയൻസും 3% സൈക്ലിസ്റ്റും 45% ടൂ വീലറുകാരുമാണ്. അവർ നമ്മൾ പൊതുവെ വൾണറബിൾ റോഡ് യൂസേഴ്സ് എന്ന് വിളിക്കും. അപ്പൊ 67% ആളുകൾ മരിച്ചത് വഴിയാത്രക്കാർ, ടൂ വീലറുകാരുമാണ്. ഇനി പലർക്കും അറിയാത്തൊരു സത്യം ഞാൻ പറയാം. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഏതെല്ലാം വാഹനങ്ങൾ കൂട്ടിയിടിച്ചാണെന്ന് അറിയുന്നത്? ടൂ വീലറും കൂട്ടിയിടിച്ചാണ്.
ടൂ വീലറും കൂട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? അതായത് അത് റോഡ് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാണോ? അത് തലക്കെട്ട് നല്ല കിഴക്ക് കൊടുക്കുന്നതിന്റെ കുഴപ്പമാണ്. അതായത് കഴിഞ്ഞ വർഷം 69,000 പേര് മരിച്ചതിൽ 27,000 ആളുകൾ മരിച്ചത് ടൂ വീലർ അടിച്ചിട്ടാണ്. അതുപോലെ തന്നെ കാർ ഇടിച്ച് 15,000 പേര് മരിച്ചിട്ടുണ്ട്. ടൂ വീലർ ബസ്സുകാരെ നമ്മൾ ഭീകരന്മാരുടെ ചിത്രീകരിക്കും. ടൂ വീലർ ഇടിച്ച് ഇന്ത്യയിൽ മൊത്തം കഴിഞ്ഞ വർഷം മരിച്ചിരിക്കുന്ന ബസ് ടൂ വീലറിന് ഇടിച്ച് മരിച്ചിരിക്കുന്ന വെറും 3,300 പേരേ ഉള്ളൂ. അതേസമയം 26,000 പേര് ടൂ വീലർ ഇടിച്ച് മരിച്ചിരിക്കുകയാണ്. ഞാനിപ്പോ എന്റെ ഒരു റിസർച്ച് നടത്തിയായിരുന്നു ഹെൽമെറ്റ് വെക്കുന്നതിനെ പറ്റി. ഞാൻ കഴിഞ്ഞ വർഷം അഹമ്മദാബാദ് പോയി. അഹമ്മദാബാദ് ഞാനിങ്ങനെ ഊബറിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഹെൽമെറ്റ് തലയെണ്ണാൻ നോക്കി. ടൂ വീലർ ഓടിക്കുന്ന ഒരു തലയുണ്ട്. ഞാൻ 1000 തലയെണ്ണി. 1000 തല എന്ന് പറഞ്ഞാൽ ടൂ വീലർ ഓടിക്കുന്ന ആളും പുറയിരിക്കുന്ന ആളാണ്. 107 പേരെ ഹെൽമെറ്റ് വെച്ചുള്ളൂ. അതായത് അവിടെ 90% ആൾക്കാർക്ക് ഹെൽമെറ്റ് വെക്കില്ല. കേരളത്തിൽ 95%, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിൽ 95% ആളുകൾ ഹെൽമെറ്റ് വെക്കും. അപ്പൊ ഞാൻ അവർക്കിടയിൽ ഒരു പഠനം നടത്തി. ആ പഠനത്തിൽ 46% കൃത്യമായി ഹെൽമെറ്റ് വെക്കുന്നുള്ളൂ. ഹെൽമെറ്റിന് 3 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിന്റെ സൈസ്. പലർക്കും ഹെൽമെറ്റ് സൈസ് ഉണ്ടെന്ന് അറിയില്ല. അപ്പൊ ഹെൽമെറ്റ് മീഡിയം, ലാർജ്, എക്സ്ട്രാ ലാർജ്, അങ്ങനെ നമ്മുടെ തലയുടെ ചുറ്റളവ് വളർന്നിട്ടുള്ള ഹെൽമെറ്റ് മേടിക്കും. ആൾക്കാർ ഭംഗി നോക്കി ഹെൽമെറ്റ് മേടിക്കും. 2, അതിന്റെ ക്വാളിറ്റി, ISI മാർക്കുള്ള ഹെൽമെറ്റ് മേടിക്കണം. 3, കൃത്യമായി ചിൻസ്ട്രാപ്പ് ഇടുക. അതായത് ഹെൽമെറ്റ് കൃത്യമായ ഹെൽമെറ്റ്, ക്വാളിറ്റി, കറക്റ്റ് സൈസ് ഹെൽമെറ്റ്, കറക്റ്റ് ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് കൃത്യമായി ഉപയോഗിക്കുക. ഈ ഒരു പരിപാടി ഇത്രയും വിദ്യാസമ്പന്നരായ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യുന്നതിന് വെറും 48% ആളുകൾക്കാണ് ഹെൽമെറ്റ് വയ്ക്കുള്ളൂ. അപ്പോൾ അത് ഇതിന്റെ അകത്ത് കൃത്യമായി ഉപയോഗിക്കുന്നുള്ളൂ. ഇതിന് വലിയ രീതിയിലുള്ള അറിവില്ലായ്മയുണ്ട്. നമ്മൾ ചെറിയ സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോ പല ആളുകളും റോഡ് എഞ്ചിനീയറിംഗിന് സർക്കാരിനെ കുറ്റം പറയും. എല്ലാവരും അത് തെറ്റുണ്ട്. ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റിയാണ്. ഇപ്പൊ റോഡിൽ ഒരു കുഴിയുണ്ട്. ഞാൻ എന്റെ വീഡിയോ പറഞ്ഞത് റോട്ടിൽ കുഴിയുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് കണ്ണുണ്ട്. വണ്ടി ഓടിക്കുന്നതിന് ഒത്തിരി റൂളുകളുണ്ട്. ഞാൻ ജപ്പാനിലും ചൈനയിലും സ്കോട്ട്ലൻഡിലും സ്വീഡനിലും എല്ലാം വണ്ടി ഓടിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ നമ്മളുടെ കണ്ണിന്റെ വിസിബിലിറ്റിയിൽ കാണുന്ന ഒരു സ്ഥലത്ത് നിർത്താവുന്ന സുരക്ഷിതമായ സ്പീഡിൽ നമ്മൾ വണ്ടി ഓടിക്കാവുള്ളൂ. നമ്മളൊരു വളവുണ്ടെങ്കിൽ ആ വളവിൽ വണ്ടി നന്നായി സ്ലോ ചെയ്യണം. അപ്പോൾ സാധാരണഗതിക്ക് അവിടെ സ്പീഡ് ലിമിറ്റ് എഴുതണം. അത് ഒരു റോഡ് സുരക്ഷയുടെ ഭാഗമാണ്. അവിടെ ഒരു സ്പീഡ് ലിമിറ്റ് എന്റെ എക്സ്പീരിയൻസിൽ അനുഭവത്തിൽ എഴുതേണ്ട കാര്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾക്ക് അവിടെ ഒരു വളവാണ്, മറുവശം കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സ്പീഡ് കുറയ്ക്കപ്പെട്ടത്. ഒത്തിരി പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് 93.5% റോഡ് അപകടങ്ങളും ഡ്രൈവർ വിചാരിച്ചാൽ ഒഴിവാക്കാമെന്നുള്ളതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഡ്രൈവറുടെ മാത്രം കുഴപ്പമൊന്നുമല്ല. ഡ്രൈവർ മാത്രം വിചാരിച്ചാൽ 93.5% അപകടങ്ങൾ ഒഴിവാക്കാം. വണ്ടിയുടെ പ്രശ്നങ്ങൾ 0.7% ഉള്ളൂ. വണ്ടികൾ ഒത്തിരി അഡ്വാൻസ് ആയി. റോഡിന്റെ പ്രശ്നങ്ങൾ 5.8%. അങ്ങനെ 100% അപകടങ്ങൾ ഉണ്ടാവുന്നത്. 2010 നമ്മുടെ ഇന്ത്യയില് 1 കിലോമീറ്റർ റോഡിൽ 28 വാഹനങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഇപ്പോൾ 2024 എത്തി നിൽക്കുമ്പോൾ നമ്മുടെ റോഡുകളിൽ 1 കിലോമീറ്റർ റോഡിൽ 57 വാഹനങ്ങളുണ്ട്. ഈ വണ്ടികളെല്ലാം കൂടെ റോഡിൽ നിരത്തി വെച്ച് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാൻ പറ്റില്ല. ഇപ്പോ ഈ മുന്നേ ജോക്കപ്പൻ സാർ സൂചിപ്പിച്ചോളെ സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗമാണിത്. സിംഗപ്പൂർ നമ്മൾ ശ്രദ്ധിച്ചത് നിങ്ങൾക്ക് അത്രവർക്ക് അറിയാമായിരിക്കും. സിംഗപ്പൂര് പുതിയ വാഹനം ഇറക്കാൻ പാടില്ല. അവിടെ വാഹനം ബാൻ ചെയ്തു. നമ്മൾക്ക് നിലവിലുള്ള വണ്ടി സ്ക്രാപ്പ് ചെയ്ത് പുതിയ വണ്ടി മേടിക്കാവുന്നേ ഉള്ളൂ. വാഹനം ഇറങ്ങുന്നതിന് യാതൊരുവിധ കൺട്രോളും ഇല്ല. ഇന്ത്യയിൽ മൊത്തം ഇടിച്ച വാഹനങ്ങളുടെ 47-50,000 വാഹനങ്ങൾ വണ്ടി ഇടിച്ച് മരിച്ചിരിക്കുന്നത് നാഷണൽ ഹൈവേയിലാണ്. ഇന്ത്യയിലെ മൊത്തം റോഡുകളിൽ 10% താഴെയാണ് നാഷണൽ ഹൈവേ. അതായത് മൊത്തം മരിക്കുന്നതിന് 50% ആളുകൾ മരിക്കുന്നത് വെറും 10% താഴെയുള്ള നാഷണൽ ഹൈവേയിലാണ്. അപ്പൊ റോഡ് എഞ്ചിനീയറിംഗ് ഒരു പരിധിവരെ ഭംഗിയായിട്ട് തന്നെ നാഷണൽ ഹൈവേയിൽ പോകുന്നത്. പിന്നെ WHO കണക്കനുസരിച്ച് റോഡുകളെ സിംഗിൾ സ്റ്റാർ, 3 സ്റ്റാർ, 5 സ്റ്റാറായി തിരിച്ചിട്ടുണ്ട്. ഈ 5 സ്റ്റാർ റോഡുകൾ ഇന്ത്യയിലില്ല. ഇന്ത്യയിൽ ഇപ്പോൾ സാഹചര്യത്തിൽ ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. 5 സ്റ്റാർ റോഡ് എന്ന് പറഞ്ഞാൽ അതിൽ പെഡസ്ട്രിയന് സെപ്പറേറ്റ് ബാരിക്കേഡ് വഴി വേണം, സൈക്ലിസ്റ്റിന് സെപ്പറേറ്റ് ബാരിക്കേഡ് വഴി വേണം, ടൂ വീലറിന് സെപ്പറേറ്റ് ബാരിക്കേഡ് വഴി വേണം, കാറുകൾക്ക് സെപ്പറേറ്റ് ബാരിക്കേഡ്, കാറും ഹെവി വെഹിക്കിൾസ്. അപ്പൊ 4 ബാരിക്കേഡ് സെക്ഷനായി തിരിച്ചിട്ടാണ് വണ്ടി ഓടിക്കാൻ. അത് നമ്മുടെ നാട്ടിൽ പ്രായോഗികമല്ല. നമ്മുടെ രാജ്യം ഒരു ദരിദ്ര രാഷ്ട്രമാണ്. അത് നിങ്ങൾ പലരും ഉൾക്കൊള്ളില്ല. കാരണം നമ്മളൊരാളുടെ ആളോഹരി വരുമാനം നോക്കിയാൽ മതി. റോഡ് ഭൂമി പരന്നതല്ല. ഭൂമിയിൽ വളവും തിരിവും കുഴിയും ഒക്കെ ഉണ്ട്. പല കാലഘട്ടത്തിലും റോഡൊക്കെ തെറ്റ രീതിയിൽ പണിത് വെച്ചിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് കഴിഞ്ഞ ദിവസം പാലക്കാടുണ്ടായ അപകടം അതൊരു വലിയ ഇറക്കവും വളവുമാണ്. ആ റോഡുകളൊക്കെ ഒരു കുറച്ച് റോഡ് എഞ്ചിനൊക്കെ പ്രായോഗികമാണ്. പക്ഷെ നമുക്ക് അവിടെ വളവുണ്ട്. പിന്നെ ഞാൻ ആ വീഡിയോ പറയുന്ന പോലെ നമ്മുടെ വീട്ടിലെ ടൈലിൽ വെള്ളം വീണാൽ നമ്മൾ തെന്നി വീഴും നമുക്കറിയാം. അത് ശ്രദ്ധിച്ചു നടക്കും. ഇതേ അവസ്ഥ വണ്ടിക്കുമുണ്ട്. നമ്മൾ അടിസ്ഥാനപരമായിട്ടുള്ള നമ്മളുടെ വിദ്യാഭ്യാസ രീതിയുടെ പ്രശ്നമാണ്. സ്കൂളിൽ സിലബസ് കൊണ്ടുവന്നൊന്നും കാര്യമില്ല. ഇപ്പൊ ഞാനൊരു സ്കൂളിന്റെ മാനേജറാണ്. 1500 കുട്ടികൾ പഠിക്കുന്ന വളരെ പഴക്കമുള്ള ഒരു പള്ളിയുടെ സ്കൂളിലെ മാനേജർ കൂടിയാണ് ഞാൻ.
ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം PTA വിളിച്ചിട്ട് നമുക്കൊരു റോഡ് സിഗ്നൽ ഇപ്പൊ ചുവന്ന ലൈറ്റിന്റെ വണ്ടി നിൽക്കണം, അങ്ങനെയല്ല. സ്വീഡനിലെ വണ്ടി പഠിപ്പിക്കാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിനെ ഹൈവേയിലേക്ക് കൊണ്ടുപോവാണ്. and അവിടെ നിന്നിട്ട് വണ്ടി റെഡ് സിഗ്നൽ പെഡസ്ട്രിയൻ ലൈറ്റ് ഗ്രീൻ ലൈറ്റ് തെളിയുമ്പോൾ അവർ റോഡ് ക്രോസ് ചെയ്ത് കാണിക്കുകയാണ്. അവിടെ എല്ലാം പ്രായോഗികമായിട്ട് ചെയ്ത് പഠിപ്പിക്കുന്നത്. നമ്മളിത് വൈറ്റ് ബോർഡിൽ എഴുതിയല്ല, അല്ലെങ്കിൽ ബ്ലാക്ക് ബോർഡിൽ എഴുതിയല്ല കുട്ടികളെ ഫിസിക്സ് പഠിപ്പിക്കേണ്ടത്. ഇപ്പോൾ 30 കിലോമീറ്റർ പോകുന്ന ഒരു വണ്ടി 60 കിലോമീറ്റർ ആകുമ്പോൾ ആ ഇമ്പാക്ട് 4 ഇരട്ടിയാണ്. കാരണം വെച്ചാൽ ഈ മൊമെന്റം കൈനറ്റിക് എനർജി എന്നത് 12 mv² ആണ്. വെലോസിറ്റി 4 ഇരട്ടി ആവുകയാണ് ചെയ്യുന്നത്. അത് ആരും മനസ്സിലാക്കുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ സർക്കാർ പോലും, കേന്ദ്ര ഗവൺമെന്റിന് ഒരു ഐറാഡ് എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ട്. പോലീസും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരും മുഴുവൻ ഡാറ്റയും കളക്ട് ചെയ്യുന്ന ഐറാഡ് ആപ്ലിക്കേഷൻ വെച്ചിട്ടാണ്. അപ്പൊ ആ ഡാറ്റയിൽ അവർ പരിശോധിക്കുന്നത് റോഡ് എഞ്ചിനീയറിംഗിന്റെ ഭാഗങ്ങൾ മാത്രമാണ്. അതിലൊരു ഡ്രൈവർ, അയാൾക്ക് എത്ര എക്സ്പീരിയൻസ് ഉണ്ട്. ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിൽ പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ട്. 3 വർഷം കഴിഞ്ഞാണ് അയാൾക്ക് ഫുൾ ലൈസൻസ് കിട്ടുള്ളൂ. നമ്മുടെ സമപ്രായക്കാരെ വണ്ടി കയറ്റാൻ പാടില്ല, കാരണം പിയർ പ്രഷർ ഉണ്ടാവും. 100 കണക്കിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല്, ഈ നമ്മൾ ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് പിടിക്കാനുണ്ട് ക്യാമറ വെച്ചാൽ എനിക്ക് വളരെ അത്ഭുതമാണ്. കാരണം ഹെൽമെറ്റ് സീറ്റ് ബെൽറ്റ് എന്താണ്, അത് നമ്മുടെ വെഹിക്കിൾ ടെക്നോളജിയിലെ പാസീവ് സേഫ്റ്റി മെക്കാനിസം ആണ്. പാസീവ് സേഫ്റ്റി മെക്കാനിസം എന്ന് പറഞ്ഞാൽ ഒരു അപകടം ഉണ്ടായാൽ നമുക്കുണ്ടാകുന്ന പരിക്കുകൾ കുറയ്ക്കാനുള്ള സംവിധാനം. ഒരു അപകടം ഉണ്ടാവാതിരിക്കാനുള്ള ഇഷ്ടമുള്ള സംവിധാനങ്ങൾ വണ്ടിയിലുണ്ട്. അപ്പൊ നമ്മൾ കതിരെ കൊണ്ട് വളം വെക്കുന്നു എന്ന് കാർന്നമാർ പറയുന്നത് പോലെ ഇവരൊരു മുൻവിധി എന്താ വെച്ചാൽ ആളുകൾ വരും നന്നാവില്ല, ആളുകൾക്ക് വിവരമില്ല. നമ്മളിവരെ കൺട്രോൾ ചെയ്ത് ഹെൽമെറ്റ് വെച്ച് സീറ്റ് ബെൽറ്റ് വെച്ച് മാത്രം വണ്ടി ഓടിക്കുക, അതില്ലി പിടിക്കുക. അതായത് നമ്മൾ എങ്ങനെ നന്നായി വണ്ടി ഓടിക്കണം, എങ്ങനെ സുരക്ഷിതമായി വണ്ടി ഓടിക്കണം എന്ന് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 20 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിൽ 12 ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ അവന്റെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞു. അത് വലിയ തെറ്റാണ്. അതായത് 60% അറിവോട് കൂടിയാണ് അയാൾ വണ്ടി ഓടിക്കുന്നത്. ശരിക്കും സ്വീഡനിലൊക്കെ 130ഓളം റോഡ് സിഗ്നൽ ഉണ്ട്. ഈ 130 റോഡ് സിഗ്നലും അവർ കാണിക്കണം ഡ്രൈവർ. ഇവിടെ പല ഉദ്യോഗസ്ഥർക്ക് പോലും പല സിഗ്നലും എന്താണെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ 20 ചോദ്യം ചോദിച്ച് 20 എണ്ണത്തിന്റെ ഉത്തരം അറിയണം, ഇല്ലെങ്കിൽ ഒരു 18 എണ്ണത്തിന്റെ ഉത്തരം അറിയണം. അല്ലാതെ ഒരാളുകൾ റോഡിൽ വണ്ടി ഓടിക്കും, ഹാഫ് നോളജ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ഒരു ഡ്രൈവറുടെ ബിഹേവിയർ എന്ന് പറഞ്ഞാൽ അവരുടെ ആറ്റിറ്റ്യൂഡ്, സ്കില്ല്, നോളജ്, ഇത് 3 കൂടി ചേരുന്നതാണ്. ഞാൻ ഈ മോട്ടോർ ഉദ്യോഗസ്ഥർക്കും പോലീസുകാർക്കും കോളേജുകളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം കോളേജിൽ ക്ലാസ് എടുക്കാൻ പോകുന്നതാണ്. കാരണം ഈ ഉദ്യോഗസ്ഥർക്കൊക്കെ ഒരു മുൻവിധി ഉണ്ട്, അവർക്കെല്ലാം അറിയാവുന്ന ധാരണ ഉണ്ട്, നമുക്ക് സംസാരിച്ച ഒരു ഉൾക്കൊള്ളുന്ന പലപ്പോഴും. പക്ഷെ കുട്ടികളുടെ അടുത്ത് പോലും പറയുമ്പോൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് പാസ് ഒരാൾക്ക് സ്വന്തം വണ്ടിയുടെ വീലഴിക്കാൻ അറിയില്ല. അതാണ് നമ്മുടെ വിദ്യാഭ്യാസം. ഇതിന്റെ അടിസ്ഥാനപരമായ പ്രശ്നം നമ്മുടെ വിദ്യാഭ്യാസമാണ്. ഇതിൽ ശരിക്കും 8ാം ക്ലാസ്സിലുള്ള ഫിസിക്സ് പഠിച്ച ഒരു പയ്യനെ സംബന്ധിച്ച് അവന്റെ വണ്ടി ഇടിക്കില്ല, കാരണം അവന് സുരക്ഷിതമായിട്ട് വണ്ടി ഓടിക്കുള്ളൂ. നമ്മൾ ആക്സിഡന്റ് എടുത്ത വണ്ടി പറക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കാര്യം മാത്രം ഞാൻ പെട്ടെന്ന് പറയാം, സമയം എടുക്കുന്നില്ല. ഈ നൈറ്റ് ഡ്രൈവിംഗിലുണ്ടൊരു പ്രശ്നം. കഴിഞ്ഞ ദിവസം എന്റെ സഹോദരി വിദേശത്ത് വന്നു. ഞാൻ പറഞ്ഞു എന്നോട് വരാം, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. കാരണം അവർ ഫ്ലൈറ്റ് 2 മണിക്കാണ്. നിങ്ങളൊരു ഊബർ വിളിച്ച് പോരെ, അല്ലെങ്കിൽ എയർപോർട്ട് ടാക്സി വിളിച്ച് പോരെ. അപ്പൊ എയർപോർട്ട് ടാക്സി വിളിച്ച് പിറ്റേ ദിവസം ഞാൻ ചോദിച്ചു എത്ര രൂപയായി? 1200 രൂപ. എറണാകുളം നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് എന്റെ വീട്ടിലേക്ക് 1.5 മണിക്കൂർ ദൂരമുണ്ട്. ഞാനൊരു ഡ്രൈവറെ വിട്ടായിരുന്നെങ്കിൽ എനിക്ക് 2500 രൂപ ചെലവുണ്ട്. 1 കിലോമീറ്റർ വണ്ടി ഓടുന്നതിന് 10 കിലോമീറ്റർ ചെലവുണ്ട്, 10 രൂപ ചെലവുണ്ട്. സോറി, ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പൊ നമ്മൾ 100 കിലോമീറ്റർ അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി ഓടിക്കുമ്പോൾ നമ്മുടെ 1000 രൂപ ആ വണ്ടിയുടെ ഫ്യൂവലിനും മെയിൻ്റനൻസിനും മാത്രം പോകും. ഒരു ടാക്സി വിളിച്ച് വരണം. ഇതില് ഏറ്റവും കൂടുതൽ അപകടം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത് റോഡ് അപകടം ഉറങ്ങി വണ്ടി ഇടിക്കുന്നത് നമ്മുടെ വീടിന്റെ പരിസരത്താണ്. ഇന്ന് ഞാൻ പത്രത്തിൽ വായിച്ചിട്ടുണ്ട് 7-8 കിലോമീറ്റർ അടുത്താണ് വണ്ടി ഇടിച്ചത്. നമ്മുടെ വീടിന്റെ അടുത്ത് എത്താറാകുമ്പോൾ ഇപ്പൊ തന്നെ എത്തുമല്ലോ എന്ന് നമ്മൾ വണ്ടി ഓടിക്കും. എന്റെ വീടിന്റെ 2 കിലോമീറ്റർ മുമ്പിലിട്ട് വണ്ടി നിർത്തിയിട്ടിട്ട് അരമണിക്കൂർ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. കാരണം 2 കിലോമീറ്റർ ഈസിയായി എത്തും. പക്ഷെ എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതുകൊണ്ട് ഞാനൊരു പ്രാവശ്യം ഉറങ്ങിപ്പോയിട്ടുണ്ട്. ഞാൻ 30 വർഷമായിട്ട് വണ്ടി ഓടിക്കുന്ന. അപ്പോൾ ഒരു പ്രാവശ്യം വളരെ ചെറുതായിട്ട്. അതിനുശേഷം നമ്മുടെ അനുഭവത്തിൽ നിന്ന് പഠിക്കണം. നമ്മൾ ആൾക്കാർ പഠിക്കുന്നില്ല. ഇവിടെ ഓരോ ദിവസവും മീഡിയ പോലും ഏതോ ഒരു രാജ്യത്തൊരു നിയമമുണ്ട്. അവിടെ ആ രാജ്യത്തുണ്ടാകുന്ന മൊത്തം അപകടങ്ങളും ആ മീഡിയ പബ്ലിഷ് ചെയ്യണം. നമ്മൾ എറണാകുളത്ത് നോക്കി എറണാകുളത്ത് മാത്രം വാർത്ത വരും, തിരുവനന്തപുരത്ത് മാത്രം വാർത്ത വരും. ഞാൻ ഈ അടുത്തിടയ്ക്ക് ട്രാൻസ്പോർട്ട് മിഷൻ എടുത്ത് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലുള്ള മൊത്തം റോഡ് അപകടങ്ങൾ I2D N2D, അതായത് ഈ ജനുവരി 1 തൊട്ട് ഇന്ന് വരെ എത്ര പേര് മരിച്ചു, ഈ മാസം ഇന്ന് വരെ എത്ര പേര് മരിച്ചു, ഇന്ന് എത്ര പേര് മരിച്ചു, ഇത് ഒരു ഡാഷ്ബോർഡ് ഉണ്ടാക്കി പ്രദർശിപ്പിക്കുകയും എല്ലാ മാധ്യമങ്ങളും ഇത് ഡെയിലി കാണിക്കുകയും ചെയ്യണം. അതായത് കൊറോണ വന്നപ്പോൾ നമ്മൾ എന്ന് എത്ര പേര് മരിക്കുന്നു കാണിക്കുമായിരുന്നല്ലോ. അതുപോലെ ഇതിന്റെ ഭീകരത നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. ഇന്ത്യയിലെ ഏറ്റവും ഈ കേരളത്തിൽ 300 പേര് ഒരു വർഷം കൊല ചെയ്യപ്പെടുമ്പോൾ 5000 പേരെ റോഡിൽ കൊല ചെയ്യപ്പെടുന്നു. ഞാനിത് കൊലപാതകമായിട്ട് കാണുന്നത്. അതിലൂടെ ആർക്കും ഉത്തരവാദിത്തമില്ല, ആർക്കും താല്പര്യമില്ല. അപ്പൊ അപകടങ്ങളെ പറ്റി ശാസ്ത്രീയമായി പഠിക്കുന്നില്ല. അപ്പൊ ഡ്രൈവിംഗ് സംസ്കാരവും അത് കറക്റ്റ് നോളജും നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഭയങ്കര ആവശ്യമാണ്. എല്ലാം വേണം, റോഡും വേണം, എല്ലാം വേണം. പക്ഷെ ഡ്രൈവിംഗ് ആണ് 93% ഡ്രൈവർ വിചാരിച്ചിട്ട് ഒഴിവാക്കാമെന്നാണ് പറയുന്നത്. ശ്രീ സിബി മത്തായി, ഒടുവിൽ പറയുകയാണെങ്കിൽ ഇതിന് ഫലപ്രദമായ മാർഗം എന്താണ്? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് ജനങ്ങളും അധികൃതരും? ചുരുക്കമാക്കിൽ പ്രതികരിക്കാം. ചുരുക്കമാക്കിൽ പറയുകയാണെങ്കിൽ
ശരിക്കും ഞാൻ വന്നിട്ട് റിയൽ ആയിട്ടുള്ള പഠനങ്ങളുടെ റിപ്പോർട്ട് മാത്രം പറയാം. 5% നമ്മുടെ സ്പീഡ് കുറച്ചാൽ 30% റോഡിലുണ്ടാകുന്ന അപകടങ്ങളുടെ മരണകാരണം കുറയ്ക്കാം. വെറും 5% സ്പീഡ് കുറച്ചാൽ. നമ്മൾ വളരെ സ്പീഡിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത സിഗ്നലിൽ ചെന്ന് ബ്ലോക്ക് ചെയ്ത് കിടക്കാന്നുള്ളേ ഉള്ളൂ. ആളുകൾക്ക് സ്പീഡിനെ പറ്റി സെൻസ് ഇല്ല. കേരളത്തിൽ ഒഴിച്ച് ഇന്ത്യയിലെ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും ക്യാമറകൾ ഉപയോഗിക്കുന്നത് സ്പീഡ് ചെക്ക് ചെയ്യാൻ മാത്രമാണ്. കേരളത്തിൽ സത്യത്തിൽ ഇപ്പൊ സ്പീഡ് ക്യാമറ ഒന്നും വർക്ക് ചെയ്യുന്നില്ല. ഇപ്പൊ ഈ പുതിയതായിട്ടുള്ള ക്യാമറ ക്യാമറ ഒന്നും തന്നെ സ്പീഡ് ക്യാമറയല്ല. പക്ഷെ എന്തെങ്കിലും ആളുകൾക്ക് അറിയാത്തത് കൊണ്ട് പാവം സ്പീഡ് ക്യാമറ എന്ന് കരുതിക്കൂടെ. പൊതുവെ പറഞ്ഞ ശരിയല്ലെങ്കിലും അതാണ് സത്യം. ഇവിടെ സ്പീഡ് പരിശോധിക്കുന്നില്ല. രണ്ടാമത്, നമ്മൾ ഒരു പെഡസ്ട്രെയിൻ വഴിയാത്രക്കാരനെ ഇടിച്ചു കഴിഞ്ഞാൽ 50 km/h പോകുന്ന വാഹനം 65 km/h പോകുന്നതെങ്കിൽ അയാൾ ഇടിച്ചു കഴിഞ്ഞാൽ അയാൾ മരിക്കാനുള്ള സാധ്യത 5 ഇരട്ടി കൂടും. 5 times. അതായത് നമ്മൾ 10 പേര് 100 പേര് മരിക്കുന്ന സ്ഥാനത്ത് 20 പേരെ മരിക്കുള്ളൂ. ഇത് 65 km സ്പീഡിൽ പോകുന്ന സ്ഥാനത്ത് 50 km കൊണ്ടുവന്നാൽ 30 km ഒരാളെ ഇടിച്ചു കഴിഞ്ഞാൽ ആൾ മരിക്കില്ല എന്നുള്ളതാണ് പൊതുവെയുള്ള പഠനം. പക്ഷെ ഒരു വഴിയാത്രക്കാർ ക്രോസ് ചെയ്യാൻ സാധ്യത സ്ഥലങ്ങളിൽ എപ്പോഴും നമ്മൾ സ്ലോയിൽ വണ്ടി ഓടിക്കണം. അതുപോലെ തന്നെ ഈ NCAP 5 സ്റ്റാർ റേറ്റുകളുണ്ട് വാഹനത്തെ പറ്റി. അതുകൊണ്ട് അത് വിചാരിച്ച് എന്റെ വണ്ടി ഭയങ്കര 5 സ്റ്റാർ സേഫ് ഉള്ള വണ്ടിയാണെന്ന് ഓവർ സ്പീഡ് ഓടിച്ചിട്ട് കാര്യമില്ല. ഈ പഠനങ്ങൾ മുഴുവൻ നടത്തുന്നത് 70 km/h. അതായത് 70 km/h താഴെ വണ്ടി ഓടിച്ചാൽ മാത്രമാണ് നമ്മുടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ട് എയർ ബാഗ് ഉള്ള ഒരു വണ്ടിയാണെങ്കിൽ നമ്മൾ സുരക്ഷിതമായിരിക്കുള്ളൂ. അപ്പോ പല വിദേശ രാജ്യങ്ങളിലും ഈ ജർമ്മനിയിലുള്ള ഓട്ടോബാൻ കഴിച്ചിട്ടുള്ള എല്ലാ രാജ്യങ്ങളിലും വണ്ടിയുടെ മാക്സിമം സ്പീഡ് 100-120 പിന്നെ മൂന്നാമതൊരു പ്രശ്നം, നമ്മുടെ കേരളത്തിൽ ഇന്ത്യയിലെ ഹെട്രോജനിക് ട്രാഫിക് ആണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. ഹെട്രോജനിക് ട്രാഫിക് എന്ന് പറഞ്ഞാൽ വഴിയാത്രക്കാര്, പട്ടി, പശു, 2-വീലർ, ഓട്ടോറിക്ഷ, സൈക്കിള്, വലിയ ലോറി എല്ലാം കൂടെ ഒന്നിച്ച് യാത്ര ചെയ്യും. അപ്പൊ ഇതിലിവര് ലൈൻ മൊത്തം നിരത്തി ഓടിക്കും. അപ്പൊ അതിന് ഒരു നിയന്ത്രണം ഇല്ലാത്തതാണ് ഇവിടുത്തെ അപകടത്തിന് പ്രധാന കാരണം. അപ്പൊ അത് കൺട്രോൾ ചെയ്യാനായിട്ട് ഉദ്യോഗസ്ഥർ തന്നെ ഇടപെടണം. ലൈൻ ട്രാഫിക് അല്ല വേണ്ടത്. എക്സ്പ്രസ് ഹൈവേകളിൽ വലതുവശത്തെ റോഡിന് മിനിമം സ്പീഡ് ലിമിറ്റാണ് വേണ്ടത്. അതായത് നമ്മൾ 100 km പോകുന്ന ഒരു റോഡ് ഉണ്ടെങ്കിൽ ഇവര് പറഞ്ഞ എല്ലാ വണ്ടിയും ഇടതുവശത്ത് പോകുന്നത്, എല്ലാ വണ്ടിയും ഇടതുവശത്ത് പോകുന്നത് പ്രായോഗികമല്ല. 100 km സ്പീഡ് ലിമിറ്റുള്ള വണ്ടിയാണെങ്കിൽ വലതുവശത്തെ ട്രാക്കിലൂടെ പോകുന്ന വണ്ടികളുള്ള മിനിമം 80 km സ്പീഡിൽ പോകണം. ഈ ദുബായിലേക്ക് അങ്ങനെയുണ്ട്. ദുബായ് അബുദാബി ഒരു പുതിയ ഹൈവേ ഉണ്ട്. അവിടെ മിനിമം സ്പീഡ് താഴെ പോയി കഴിഞ്ഞാൽ ഓവർ സ്പീഡേക്കാൾ കൂടുതൽ. കാരണം മുമ്പിൽ നമ്മൾ ഒരു 100 km പോകാൻ യാത്ര ഇത്രയും ടോൾ കൊടുത്ത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു 2-വീലർകാരനോ ഒരു ഓട്ടോറിക്ഷക്കാരനോ അല്ലെങ്കിൽ ഒരു ഭാരം കയറ്റിയ വണ്ടിയോ വലതുവശത്തെ ട്രാക്കിലൂടെ പോവുകയാണ്. ഇയാൾ ഇടതുവശത്തോടെ ഓട്ടയ്ക്കാൻ ശ്രമിക്കും. ആ സമയത്ത് വിസിബിലിറ്റി പോകും, വണ്ടി ഇടിക്കും. വഴിയാത്രക്കാരൻ ഇപ്പൊ ആലപ്പുഴ ജില്ല എന്ന് പറഞ്ഞാൽ അവരുടെ വീടിന് മിറ്റമാണ് ഹൈവേ. സർക്കാരിന് കണക്കുന്ന നാഷണൽ ഹൈവേ ആണ്. പക്ഷെ ആ ആലപ്പുഴ ജില്ല, ഞാൻ അവിടെ എന്റെ ഓഫീസ് അവിടെയാണ്. അവരുള്ളവരെ സംബന്ധിച്ച് അവരുടെ വീടിന് മിറ്റാണ് റോഡ്. അവർ റോഡിലേക്ക് എടുത്ത് ചാടും. അവിടെ 2-വീലർ സൈക്കിൾ ഉപയോഗിക്കും. പക്ഷെ ഡൽഹിയിൽ നിന്നോ അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞ യാത്രക്കാരനെ സംബന്ധിച്ച് ഒരു ഡ്രൈവറെ സംബന്ധിച്ച് അവരൊരു ഹൈവേയിൽ കൂടി ഓടുന്നത്. അതുകൊണ്ടാണ് ഈ അപകടങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നത്. ഡ്രൈവർ എഡ്യൂക്കേഷൻ കൂട്ടുക, ഇങ്ങനെയുള്ള അവയർനെസ് കൊടുക്കുക, കണ്ടിന്യൂസ് ആ ടെസ്റ്റ് സ്ട്രിക്റ്റ് ആക്കുക. അത് വളരെ നിർബന്ധമാണ്. തീർച്ചയായിട്ടും സമയപരിമിതി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ശ്രീ സിബി മത്തായി, അദ്ദേഹം ഐ ഡ്രൈവ് സേഫ് എന്ന ഒരു യൂട്യൂബ് ചാനലിൽ കൃത്യമായ വിവരം അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട്. പ്രേക്ഷകർ ദയവായി അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൂടുതൽ വിശദമായി തന്നെ അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. അവരെ കൊടുക്കാനായിട്ടാണ് സിബി മത്തായിയുടെ മാതിരിയുള്ള ആളുകൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ കൂടെ അദ്ദേഹം ചെയ്യുന്നുണ്ട്. ഞാൻ ആ വീഡിയോ കണ്ടതാണ്. അത് വളരെ പ്രശംസനീയമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് എത്തിക്കാനായിട്ട് ചെയ്യണം. പക്ഷേ ഇത് കാണാനുള്ള വ്യൂവേഴ്സിനാണ് ഇഷ്ടം. ഇവിടെ അത് അത്തരം കാര്യങ്ങൾ അങ്ങനെ തന്നെ അവനവന് ഗുണമുള്ള കാര്യങ്ങൾ, അവനവൻ്റെ ജീവിതം നന്നാവുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം കാണാൻ പലരും തയ്യാറാവില്ല. അതിന് പകരം ഏതെങ്കിലും സെലിബ്രിറ്റിയുടെ ഏതെങ്കിലും വിക്രിയകളെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ അത് കാണാൻ അതിന് വ്യൂവേഴ്സും കാണുന്നുണ്ട്. അതേപോലെ തന്നെ ഞങ്ങൾ ഈ ആൾട്രേഷൻ നടത്തി ഇട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അത്തരം വീഡിയോസ് കാണാനായിട്ടുള്ള ആളുകളുണ്ട്. പിന്നെ പലപ്പോഴും ഇങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സ് എന്നും പറഞ്ഞ് കാണിക്കുന്ന കുറേ കോപ്രായങ്ങൾ കാണാനായിട്ടുള്ള ആളുകളുണ്ട്. ഇദ്ദേഹത്തെ സിബി മത്തായിയുടെ മാതിരി സൈസ് നല്ല സമൂഹത്തിന് ഗുണമുള്ള മെസ്സേജുകൾ കൊടുക്കുന്ന വീഡിയോസ് കാണാൻ വളരെ പൊതുവെ ആളുകൾക്ക് താല്പര്യമില്ല, സ്കിപ്പ് ചെയ്ത് കളയുള്ളൂ. എങ്കിലും നമുക്കിത് തുടരണം. അദ്ദേഹത്തിൻ്റെ ഇതിന് ഞാൻ പൂർണ്ണ പിന്തുണ കൊടുക്കുന്നു. എപ്പോഴെങ്കിലും ഇപ്പോൾ മാധ്യമങ്ങൾക്കും ഈ വഴി ആ വീഡിയോകൾ കൊടുക്കുക. കാരണം ഏതെങ്കിലും സമയങ്ങളിൽ ഇപ്പോൾ ഗ്യാപ്പ് ഫില്ലേഴ്സ് ആയിട്ടോ മറ്റോ കാര്യങ്ങൾ ഇത്രയും വീഡിയോകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണം കിട്ടും. തന്നെയാണ് അത് തന്നെയാണ് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത്. കൃത്യമായ അറിവും ശാസ്ത്രീയമായ കാരണങ്ങളുമാണ് മനസ്സിലാക്കുന്നത്.